ചർച്ചയിൽ ഈ ബജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് CPM നേതാവും MLA-മായ M. വിജിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജിൻ, ഒരുപക്ഷേ ധനമന്ത്രി പങ്കെടുത്ത പരിപാടി ആയതുകൊണ്ട് തന്നെ അല്പം വൈകിപ്പോയി. വിജിനും തിരക്കാണെന്നറിയാം. എന്നാലും വളരെ ചുരുക്കി ചില കാര്യങ്ങളൊന്ന് പരാമർശിച്ചു പോകേണ്ടതുണ്ട്. ഒരുപക്ഷേ ആ ബജറ്റിൽ അവസാനം എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത്, ബജറ്റിൽ അവസാനിപ്പിച്ച് ധനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ഒരു ബജറ്റ് അഡ്രസ്സ് ചെയ്യുന്നത് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ, ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെ കൂടി പരിഗണിച്ചുകൊണ്ടാകണം. അത് ഒരുപക്ഷേ ധനമന്ത്രി പറഞ്ഞതിൽ ട്രംപ് വന്നതിന് ശേഷമുള്ള ലോകരാഷ്ട്രീയത്തിൽ വന്ന മാറ്റങ്ങളടക്കം പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ബജറ്റ് അവതരണം നിർത്തുകയും ചെയ്തത്. എല്ലാ കാലഘട്ടത്തിലും ഈ രണ്ട് പിണറായി സർക്കാരുകൾ, രണ്ട് LDF സർക്കാരുകളുടെ കാലത്ത് നമ്മൾ അവതരിപ്പിച്ചതെല്ലാം, LDF സർക്കാർ അവതരിപ്പിച്ചതെല്ലാം ബദൽ ബജറ്റുകളാണ്. ഒരു ബദൽ ദേശീയ തലത്തിൽ തന്നെ കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബജറ്റിനെ എങ്ങനെയാണ് വിജിൻ കാണുന്നത്? ഒരുപക്ഷേ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, ഭൂനികുതി കൂട്ടിയതടക്കമുള്ള പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഭൂനികുതി എന്ന് പറഞ്ഞാൽ 100 കോടി മാത്രമാണ് ഒരു വർഷം വരുമാനം വരാൻ പോകുന്നത്. എന്താണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണമായി വിജിൻ കാണുന്നത്? ഇവിടെ വളരെ പ്രധാനമായും ഈ ബജറ്റ് നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ ഒരു കുതിപ്പ് നൽകുന്ന ബജറ്റാണ്. അത് ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ ബജറ്റിനെ നാം വിലയിരുത്തുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കടുത്ത സാമ്പത്തിക ഉപരോധത്തെ കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. കേന്ദ്ര ബജറ്റ് ദിവസങ്ങൾക്ക് മുന്നെയാണ് കേന്ദ്ര ബജറ്റ് കഴിഞ്ഞത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളം എന്ന് പറയുന്ന ഒരു പേര് പോലും അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തോട് കടുത്ത സാമ്പത്തിക ഉപരോധമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കേരളം ഒറ്റക്കെട്ടായി നേരിടേണ്ട ഒരു പ്രശ്നമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന. ഇവിടെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട്, ഇടതുപക്ഷം കേരളം ഭരിക്കുന്നതുകൊണ്ടുള്ള രാഷ്ട്രീയ പകപോക്കലാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്നത്. പക്ഷേ കേരളം ഒറ്റക്കെട്ടായി, കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും നികുതി പണം. അതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്, കേരളം ഇന്ത്യയിലല്ലേ? ഈ ക്യാമ്പയിൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ഉൾപ്പെടെ, BJPയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മലയാളികളായി കേരളക്കാരായിട്ടുണ്ട്. ആ കേരളത്തോടാണ് കടുത്ത അവഗണന കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ നഷ്ടം ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് കേരളത്തിലെ ഓരോ മലയാളിക്കുമുണ്ട് എന്ന യാഥാർത്ഥ്യം വളരെ ഗൗരവത്തോടു കൂടി കാണാം. അങ്ങനെ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത സാമ്പത്തികമായ ഉപരോധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് നവകേരള നിർമ്മിതിക്ക് കരുത്തു പകരുന്ന ഒരു സംസ്ഥാന ബജറ്റ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഈ ബജറ്റ് സർവതല സ്പർശിയാണ്. കാരണം ഈ ബജറ്റിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹം ബജറ്റിനെ കുറിച്ച് പറഞ്ഞതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ക്ഷേമാശ്വാസങ്ങൾ, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനം, രണ്ടിനും ഒരുപോലെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ജനകീയ ബജറ്റ് കൂടിയാണ് ശ്രീ KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത്. എല്ലാ മേഖലയിലും. അതുകൊണ്ടാണ് ഞാൻ ആ സർവതല സ്പർശി എന്ന പ്രയോഗം നടത്തിയത്. ആ നിലയിൽ കേരളത്തെ, നവകേരളത്തെ കുതിപ്പിലേക്ക് നയിക്കുന്ന ഒരു ബജറ്റ് ആയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇവിടെ കേന്ദ്രം കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൽ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ കൈരളിയിൽ തന്നെ നടന്ന അതിമനോഹരമായൊരു സെഷൻ, എനിക്ക് തോന്നുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവലോകനം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് മണിക്കൂറുകളായി കൈരളിയിൽ നടന്നുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് നികുതിയേതര വരുമാനം 1 ലക്ഷം കോടിയിലേക്ക് എത്തിക്കുകയാണ് കേരളം. കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും കേരളം തകരുകയല്ല, കേരളം തളരുകയുമല്ല, കേരളം കുതിക്കുകയാണ്. അതിന് കരുത്ത് പകരുന്ന ഒരു ബജറ്റ് കൂടിയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി തനത് വരുമാനം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ നാം മുന്നോട്ട് പോകും? തനത് വരുമാനം, നികുതിയേതര വരുമാനവും GST വന്നതോടുകൂടി വലിയ ഭാഗം കേന്ദ്രം കൊണ്ടുപോവുകയാണ്. നമുക്ക് നമ്മുടെ വീതം നൽകുന്നുമില്ല. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നമുക്ക് അതിൻ്റെ പേരിൽ തകർന്നിരിക്കാനോ കേരളം അവസാനിച്ചിരിക്കാനോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അതിനെതിരെ പടപൊരുതാനും അതിനെതിരെ ശക്തമായിട്ട് പ്രതിരോധം തീർത്തുകൊണ്ട് നവകേരളം സൃഷ്ടിക്കുകയാണ്. അതിന് കരുത്ത് പകരുന്നൊരു ബജറ്റ് കൂടിയാണ് ഇവിടെ ശ്രീ KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത്.